ഇത് അഭിമാന മുഹൂർത്തത്തിൻ്റെ സന്ദർഭമാണ്. ലോകത്താകെയുള്ള മലയാളികൾ അഭിമാനപൂരിതമാകുന്ന നേട്ടമാണ് നമ്മുടെ നാട് നേടിയിരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സമ്പൂർണ്ണ സംസ്ഥാനം, സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം, ആ നിലയിലേക്ക് കേരളം ഉയർന്നിരിക്കുന്നു. ഈ നേട്ടം കൈവരിക്കുന്നതിന് സഹായിച്ച മുഴുവൻ പേരെയും, പ്രത്യേകിച്ച് അധ്യക്ഷ പ്രസംഗത്തിലെടുത്തു പറഞ്ഞതുപോലെ നമ്മുടെ യുവതയെ പ്രത്യേകം അഭിനന്ദിക്കട്ടെ. ഇവിടെ പറഞ്ഞു, നാം നേരത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയതിനെക്കുറിച്ച്. അന്നത് രാജ്യത്തിനാകെ മാതൃകയായിരുന്നു. എങ്ങനെ ഇതുപോലുള്ള നേട്ടങ്ങൾ കേരളത്തിന് സ്വായത്തമാക്കാൻ കഴിയുന്നുവെന്നത് പലരും ആശ്ചര്യപ്പെടാറുണ്ട്. അത് കേരളത്തിൻ്റേതായ പ്രത്യേകത തന്നെയാണ്. നമുക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയാം. 1991 ഏപ്രിലിൽ സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപനം നടത്തുമ്പോൾ അന്ന് സംസ്ഥാനത്ത് LDF സർക്കാരായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നാടാകെ ഒന്നായി നീങ്ങേണ്ടതുണ്ട്. എല്ലാവരെയും സഹകരിപ്പിക്കുകയും ഉൾച്ചേർക്കുകയും വേണ്ടതുണ്ട്. ആ ദൗത്യം കൃത്യമായി ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് അന്നത് വിജയിച്ചത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ കാലം പുലർത്തുന്ന ഔചിത്യ ഭംഗി അന്നും ഇന്നും കേരളത്തിൽ ഇത്തരത്തിലുള്ള അഭിമാനകരമായ പ്രഖ്യാപനം നടത്തുന്നത് LDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് എന്നതാണ്. അതുകൊണ്ടാണ് കാലം പുലർത്തുന്ന ഔചിത്യ ഭംഗിയെന്ന് ഇതിനെ വിശേഷിപ്പിക്കാനാകുന്നത്. എന്നാൽ അതിനുമപ്പുറം ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഇച്ഛാശക്തിയുണ്ട്. ആ ഇച്ഛാശക്തിയുടെ പ്രതീകമായി വേണം ഈ രണ്ട് നേട്ടങ്ങളെയും കാണാൻ. ഈ മഹത്തായ നേട്ടത്തിന് പിന്നിൽ ഒരു മാതൃകയായി പ്രവർത്തിച്ച ഇവിടുത്തെ പുല്ലമ്പാറ പഞ്ചായത്തിനെ കുറിച്ച് നേരത്തെ പരാമർശിക്കുകയുണ്ടായി.
ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നാണ് പുല്ലമ്പാറ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി മാറിയത്. പുല്ലമ്പാറയിലെ ഓരോ വീട്ടിലുമെത്തി വയോധികർക്കും വീട്ടമ്മമാർക്കും സാധാരണക്കാർക്കും പരിശീലനം നൽകാൻ സാധിച്ചത് അവിടുത്തെ ജനപ്രതിനിധികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ്. കമ്പ്യൂട്ടറും മൊബൈലും വേണ്ടത്ര പരിചയിച്ചിട്ടില്ലാത്ത അവിടുത്തെ സാധാരണ ജനങ്ങൾ ഇന്ന് സ്വന്തമായി ഓൺലൈൻ വഴി ബില്ലുകൾ അടക്കുന്നു. മറ്റ് ഈ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്നു. പുല്ലമ്പാറ പഞ്ചായത്ത് കാണിച്ചു തന്ന ഈ പാതയിലൂടെയാണ് ഇന്ന് കേരളം മുഴുവൻ ഈ നേട്ടം കൈവരിച്ചത് എന്നത് നാം കാണണം.